കോഴിക്കോട് വടകര ലഹരി സാമ്പത്തിക ശൃംഖലയിൽ അധ്യാപികമാർ ഉൾപ്പെടെയുള്ള സ്ത്രീകളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ച് വടകര പോലീസ്. ജില്ലയിലെ മയക്കുമരുന്ന് മാഫിയയുടെ സാമ്പത്തിക സ്രോതസ്സുകൾ തേടിയുള്ള പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. മയക്കുമരുന്ന് വിൽപ്പനയിൽ നേരിട്ട് പങ്കെടുക്കാതെ ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച് ലക്ഷക്കണക്കിന് രൂപയുടെ പണമിടപാടുകൾ നടത്തുന്ന സംഘത്തിൽ കൂടുതൽ സ്ത്രീകൾ ഉൾപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന് പോലീസ് അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് എം രാഗേഷ് ചേരുകയാണ്. രാഗേഷ്, എങ്ങനെയാണ് ഈ അധ്യാപികമാർ അടക്കമുള്ള സ്ത്രീകൾ ഇതിലേക്കൊക്കെ വന്നത്? ഈ ലഹരി മാഫിയയുടെ ഒരു ശ്രമം സ്ത്രീകളെ ഉൾപ്പെടുത്തുക, അധ്യാപികമാരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതൊന്ന് വ്യാപിപ്പിക്കുക, അങ്ങനെയൊക്കെയാണോ? എന്താണ് വടകര പോലീസ് പറയുന്ന നിഗമനങ്ങൾ? പോലീസിനൊരു നിഗമനം എങ്ങനെയാണ് ഈ കാര്യത്തിൽ? മായ നേരത്തെ സൂചിപ്പിച്ചപോലെ തന്നെ രണ്ട് അധ്യാപികമാരാണ് ഇപ്പോൾ പോലീസിന്റെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത്. ആദ്യം മരുതോങ്കര സ്വദേശിനി കീർത്തനയെ ചോദ്യം ചെയ്ത സമയത്താണ് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ലഹരി മാഫിയ വ്യത്യസ്തമായ വഴികളാണ് ലഹരി വിതരണത്തിനും ഒപ്പം തന്നെ ഈ ലഹരി വിതരണത്തിന്റെ ഭാഗമായുള്ള സാമ്പത്തിക സ്രോതസ്സുകളും എന്നുള്ളതാണ് പോലീസ് മനസ്സിലാക്കുന്നത്. ഇത്തരത്തിൽ കീർത്തനയുടെ അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് കാവ്യ എന്ന് പറയുന്ന മറ്റൊരു അധ്യാപികയിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുള്ളത്. കൂരാച്ചുണ്ട് ചെറുകാട് സ്വദേശിനിയായിട്ടുള്ള കാവ്യയാണ് പിന്നീട് പോലീസിന്റെ കസ്റ്റഡിയിലാകുന്നത്. അതായത് ഇവരുടെ അക്കൗണ്ടുകളിലേക്കാണ് വലിയ തരത്തിൽ പണം എത്തിയിട്ടുള്ളത്. അതേസമയം ലഹരിയുമായി നേരിട്ട് ഇവർ ബന്ധപ്പെടാതെ ഇത്തരത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളാണ് നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായിട്ടുള്ളത്. കൂടുതൽ പ്രൊഫഷണലുകളും ഒപ്പം തന്നെ കൂടുതൽ സ്ത്രീകളും ഇത്തരത്തിൽ ഈ ബാങ്ക് അക്കൗണ്ട് കേന്ദ്രീകരിച്ചുള്ള ലഹരി മാഫിയയുടെ തട്ടിപ്പിന് ഇരയായിട്ടുണ്ടോ അല്ലെങ്കിൽ ഇവരെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ള അന്വേഷണം ഉൾപ്പെടെ വ്യാപിപ്പിക്കണമെങ്കിൽ കീർത്തനയെയും കാവ്യയും ഉൾപ്പെടെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നതുൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസിന് നീങ്ങേണ്ടതുണ്ട്. ലക്ഷങ്ങളുടെ ഇടപാടുകളാണ് ഇത്തരത്തിൽ കാവ്യയുടെയും കീർത്തനയുടെയും അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച് നടത്തിയിട്ടുള്ളത്. BRCയിലെ താൽക്കാലിക അധ്യാപികമാരായിരുന്നു രണ്ടുപേരും. അതുകൊണ്ട് തന്നെ ഇവർ കൂടാതെ ഇവരോട് ബന്ധമുള്ള മറ്റ് അധ്യാപികമാരിലേക്കും ഇത്തരം അന്വേഷണം നീങ്ങുമോ എന്നുള്ളതും പോലീസ് നോക്കുന്നുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് വടകര പോലീസ് വ്യാപകമായ അന്വേഷണമാണ് നടത്തിയിട്ടുള്ളത്. ലൊക്കേഷനുകൾ വ്യത്യസ്ത തരത്തിൽ അയച്ചു നൽകുകയും ആ ലൊക്കേഷനുകളിലേക്ക് ലഹരി എത്തിക്കുകയും ലഹരിയുമായി നേരിട്ട് ഇവർ ബന്ധപ്പെടാതെ സാമ്പത്തിക ഇടപാടുകളാണ് നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് പ്രാഥമിക അന്വേഷണത്തിൽ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ രണ്ട് അധ്യാപികമാർ താൽക്കാലിക അധ്യാപികമാരാണ്. ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് വിവിധ അക്കൗണ്ടുകളിൽ നിന്ന് പണം വന്നതുൾപ്പെടെയുള്ള രേഖകൾ പരിശോധിച്ചുകൊണ്ടാണ് പോലീസ് ഈ നടപടിയിലേക്ക് നീങ്ങിയിട്ടുള്ളത്. ഇനി നടക്കുന്ന അന്വേഷണങ്ങളിലായിരിക്കും കൂടുതൽ പ്രൊഫഷണലുകളോ സ്ത്രീകളോ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് വ്യക്തമാവുക.